ഒരു വേള നാം എല്ലാം മറന്നുപോയാൽ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് എല്ലാം ഓർമ്മിച്ചവൻ എന്ന ശ്രീ കെ സച്ചിദാനന്ദൻ്റെ കവിത ശ്രദ്ധേയമാകുന്നത്. ആ കവിതയിലൂടെ ഒന്ന് പോകാം. സുങ് രാജ്യത്തെ ഹാൽസെ എന്ന യുവാവിന് മറവി പിടിപെട്ടു. അയാൾ വീട്ടിലിരിക്കാൻ മറന്നു, തെരുവിൽ നടക്കാൻ മറന്നു, വായിക്കാനും ചിന്തിക്കാനും മറന്നു. പിന്നീട് അയാൾ ബന്ധുമിത്രാദികളെ മറന്നു, പകലും രാവും മറന്നു, ഉണ്ണാൻ മറന്നു, ഉടുക്കാനും ഉറങ്ങാനും മറന്നു, ഒടുവിൽ സ്വന്തം പേര് മറന്നു. അങ്ങനെ ഒരുവനായിരുന്ന ഹാൽസെ ഒരു നാൾ ആരുമല്ലാതായി. വൈദ്യന്മാർക്കും മാന്ത്രികന്മാർക്കും അയാളെ ചികിത്സിച്ച് ആരെങ്കിലും ആക്കാൻ കഴിഞ്ഞില്ല. അവസാനം പണ്ഡിതനായ മെൻഷിയസിൻ്റെ ഉപദേശപ്രകാരം അയാളെ 3 പകലും രാവും പട്ടിണിക്കിട്ടു. അപ്പോൾ അയാൾ ഉണ്ണാൻ ഓർമ്മിച്ചു. മഞ്ഞിൽ കിടത്തിയപ്പോൾ അയാൾ ഉടുപ്പും പുതപ്പും ഓർമ്മിച്ചു. പിന്നീട് അവരയാളെ വർത്തമാനത്തിലിരുത്തി. അപ്പോൾ അയാൾ ഭൂതകാലം ഓർമ്മിച്ചു. അവരയാളെ കഴിഞ്ഞ കാലത്തിരുത്തി. അപ്പോഴയാൾ ഭാവി ഓർമ്മിച്ചു. പതുക്കെ പതുക്കെ അയാൾ എല്ലാം ഓർമ്മിച്ചു. ദൈന്യം കലങ്ങിയ ഒരു നിലവിളിയോടെ അയാൾ മെൻഷിയസിനോട് പറഞ്ഞു, ആരുമല്ലാതിരുന്നപ്പോൾ എനിക്ക് ഭാരമേ ഇല്ലായിരുന്നു, പരിധിയും ചുമതലയുമില്ലാത്ത സ്വാതന്ത്ര്യമായിരുന്നു എനിക്ക് മറവി. അങ്ങിപ്പോൾ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാ ഖേദങ്ങളും എനിക്ക് തിരിച്ചു തന്നു. ദയവായി എൻ്റെ ഓർമ്മകൾ അങ്ങെടുക്കുക, ദയവായി എൻ്റെ ഓർമ്മകൾ അങ്ങെടുക്കുക, പകരം എനിക്കെൻ്റെ വിസ്മൃതി തിരിച്ചു നൽകുക. അയാൾക്കു മറവി തിരിച്ചു നൽകാൻ മെൻഷിയസിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഹാൽസെയുടെ പരമ്പരയിൽപ്പെട്ട നാം മനുഷ്യർ ഇന്നും എല്ലാം ഓർമ്മിക്കുവാൻ ആരെങ്കിലുമായിരിക്കുവാൻ ശപിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാം ഓർമ്മിച്ചവൻ കെ സച്ചിദാനന്ദൻ. സച്ചിദാനന്ദൻ്റെ ഈ കവിതയിൽ ചില യാഥാർത്ഥ്യങ്ങൾ പറയുന്നുണ്ട്. എനിക്കെൻ്റെ മറവി തിരിച്ചു നൽകി.